രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 5ാമത്തെ ദശകമാണ്, 7ാമത്തെ ശ്ലോകമാണ്, 52ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളത് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്ത് ഞാനിത് കൊടുത്തിട്ടുണ്ട്, നാരായണീയത്തിൻ്റേത്. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അടുക്കിന് അവതരിപ്പിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും ധനധാന്യ സമ്പത്തിനും പ്രണയ സാഫല്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ഉതകുന്ന അഷ്ടപതിയുടെ ക്ലാസ്സാണ്. ആ ക്ലാസ് ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു അഷ്ടപതി ബുക്ക് കടയിൽ കിട്ടും, അത് വാങ്ങിച്ച് ദിവസം ഒരു ശ്ലോകമെങ്കിലും ചൊല്ലുക. മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും 12 മണിയാകുമ്പോൾ ധർമ്മപദം വരുന്നതാണ്. അതേ കണക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കൊല്ലത്തുള്ളതാണ്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് കൊല്ലത്ത് വരാം. ദൂരെ എന്നൊക്കെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ മാസത്തിലും ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട് 9645333999. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അഷ്ടാവക്ര ഗീതയുണ്ട്. ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രത്യേകമുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ ഉണ്ട്. ഭക്തമീരേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മ കി ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നാരായണീയം ആരംഭിക്കാൻ പോവുകയാണ്. നാരായണീയം പാടിത്തരുന്നത് നമ്മുടെ രാധാ കവചം. 2 രാധികാ കവചങ്ങളുണ്ട്. ആ 2 രാധികാ കവചവും ചൊല്ലിയാൽ മാത്രമാണ് പൂർണ്ണ ഫലം കിട്ടുന്നത്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാടി അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ ദൈവം അനുഗ്രഹിച്ചു നൽകിയ, രാധാറാണി അനുഗ്രഹിച്ചു നൽകിയ ശബ്ദത്തിൽ ഇതാ നാരായണീയം പാടുന്നത് കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. ഭൂമന്മാനസബുദ്ധ്യഹം കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ഛാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജൽ ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാൽ പുനസ്തന്മാത്രം നഭസോ മരുൾ പുരപതേ ശബ്ദോ അജനിത്വദ്ബല. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടി തന്നത് കേട്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് അത് കേൾക്കുക, ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പോൾ അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, കേൾക്കണേ. രാധാ സഹസ്രനാമം ഒരു പദം ജപിച്ചാൽ എന്നുള്ളതുകൊണ്ട് കേൾക്കണം. രാധികാ കവചൻ 2 എണ്ണം ഉണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയ പാടുന്നതും നിങ്ങൾ കേൾക്കണം. പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്നത് കേൾക്കണേ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചേട്ടെ. ഭൂമൻ മാനസ ബുദ്ധി അഹങ്കൃതി മിളച്ചിത്താഖ്യ വൃത്യന്വിതം തച്ഛാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയ ഗണസ്തത്താമസാംശാത് പുനസ്തന്മാത്രം നവസോ മരുപുരപദേ ശബ്ദോ ജനിത്വബലാത്. അർത്ഥം എഴുതിക്കൊള്ളൂ. ഭൂമൻ അർത്ഥം സർവവ്യാപിയും സർവശക്തനുമായ ഗുരുവായൂരപ്പ. സർവവ്യാപിയും സർവശക്തനുമായ ഗുരുവായൂരപ്പ. മാനസ സമം മനസ്സ്. ബുദ്ധി നമ്മുടെ ബുദ്ധി തന്നെ. അഹം കൃതി അഹങ്കാരം. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അഹങ്കാരമല്ല, സ്വാത്വിക ഗുണം കലർന്ന അഹങ്കാരം. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. മിള ചേർന്ന. ചിത്താഖ്യ വൃത്യന്വിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നിവയോട് ചേർന്ന ചിത്തം. ഈ എന്നിവ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മനസ്സ്, ബുദ്ധി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്തത് പിന്നെ തച്ഛാന്തകരണം. പിന്നെ തച്ഛാന്തകരണം എന്ന് പറയുന്നത് പിരിച്ചെഴുതിക്കൊള്ളൂ. തത് അധികം ച അധികം അന്ധക്കരണം. അർത്ഥം ആ സത്വഗുണ പ്രധാനമായ അന്ധക്കരണം. മനസ്സെന്ന് പറയാമെങ്കിലും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം തച്ഛാന്തകരണം എന്ന് പറഞ്ഞാൽ ആ സത്വഗുണ പ്രധാനമായ അന്ധക്കരണം. വിഭോ ഗുരുവായൂരപ്പ. തവ അങ്ങ്. ബലാത് ശക്തിയാൽ. തവ ബലാത് അങ്ങയുടെ ശക്തിയാൽ. ഏവാസ്യജത് പിരിച്ചെഴുതുമ്പോൾ ഏവ അധികം അസ്യജിത്. അർത്ഥം സൃഷ്ടിച്ചു. ജാത ഉണ്ടായ. തൈജസത എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിൽ നിന്നുണ്ടായ തൈജസത്തിൽ നിന്ന്. ശരിക്കും അവർ പറയുമ്പം പറയും രാജസ അഹങ്കാര രൂപം. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. രാജസ അഹങ്കാര രൂപം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായ തൈജസത്തിൽ നിന്ന്. തൈജസം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പഠിച്ചതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തൈജസം പഠിച്ചതാണ്. അത് ആ ഗുണത്തിൻ്റെ പേരാണ് തൈജസം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന മറ്റൊന്നാണ് തൈജസം. അടുത്തത്, അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? തൈജസത
എന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായ ഏതാണ്? തൈജസത്തിൽ നിന്ന്. അടുത്തത് ധരേന്ദ്രിയ ഗണ, അർത്ഥം ഇന്ദ്രിയം, 10 ഇന്ദ്രിയങ്ങൾ ധരേന്ദ്രിയ അല്ല, ദശേന്ദ്രിയ. ദശേന്ദ്രിയ ഗണ, അർത്ഥം 10, ദശം 10. അപ്പൊ ദശേന്ദ്രിയ ഗണ, 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന കൂട്ടം. 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന കൂട്ടം. തത്താമസാംശാത്, തത്താമസാംശാത്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ താമസ അംശത്തിൽ നിന്ന്, ആ താമസ, അതായത് തമോ ഗുണത്തിൽ നിന്ന്, തമോ ഗുണത്തിൽ നിന്ന് എഴുതിയല്ലേ നിങ്ങൾക്ക് എളുപ്പത്തിന്. തമോ ഗുണത്തിൽ നിന്ന് പുന, പുന പിന്നെ, പുന പിന്നെ. തന്മാത്രം, തന്മാത്രയിൽ നിന്ന്, തന്മാത്രയിൽ നിന്ന്. നഭസ്, ആകാശം. മരുത്പുരപഥേ, മരുത്പുരപഥേ, അല്ലയോ ഗുരുവായൂരപ്പ. മരുത്പുരപഥേ, അല്ലയോ ഗുരുവായൂരപ്പ. ശബ്ദോ അജനി, ശബ്ദം ജനിച്ചു. ശബ്ദോ അജനി, ശബ്ദം ജനിച്ചു. എഴുതിയോ? ത്വത്ബലാത്, ത്വത്ബലാത്, അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഭഗവാന്റെ പ്രേരണാ ബലം കൊണ്ട്, ഭഗവാന്റെ പ്രേരണാ ബലം കൊണ്ട്. ഇനി ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥം പറഞ്ഞു തന്നിട്ട് ഓരോ വരി എടുത്ത് നമ്മൾ നന്നായി അനലൈസ് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സർവവ്യാപിയും സർവശക്തനുമായ ഗുരുവായൂരപ്പ, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നവനും ശക്തന്മാരിൽ ശക്തനുമായ അല്ലയോ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, അങ്ങയുടെ ശക്തി കൊണ്ട് സ്വാത്വിക ഗുണം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ചേർന്ന ചിത്തം എന്ന സത്വഗുണപ്രധാനമായ അന്ധക്കരണത്തെ സൃഷ്ടിച്ചു. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തിയാൽ സ്വാത്വിക ഗുണം നിറച്ച് മനസ്സുണ്ടായി, സ്വാത്വിക ഗുണം നിറച്ച് ബുദ്ധി ഉണ്ടായി, സ്വാത്വിക ഗുണം നിറച്ച അഹങ്കാരം, നമ്മുടെ അഹങ്കാരമല്ല, സ്വാത്വിക ഗുണം നിറച്ച അഹങ്കാരമുണ്ടായി. അതിൻ്റെ കൂടെ ചേർന്ന് ചിത്തം എന്ന് പറഞ്ഞ് ഒരു അന്ധക്കരണത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് മുഴുവനും സത്വഗുണ പ്രധാനമാണ്. ഇത് വിശദമായി ഞാൻ എല്ലാം പറഞ്ഞുതരാം. രജോ ഗുണത്തിൽ നിന്നുണ്ടായ ഏത്? തൈജസത്തിൽ നിന്ന്. രജോ ഗുണത്തിൽ, രജോ ഗുണം പിരിഞ്ഞതാണ് തൈജസം. ആ തൈജസത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുടെ കൂട്ടമുണ്ടായി, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. അപ്പൊ രജോ ഗുണപ്രധാനമായ, അല്ലെങ്കിൽ പാല് നമ്മൾ കടഞ്ഞ്, പാല് കടയുമല്ലോ, പാല് കടയുമ്പോൾ നമുക്ക് തൈര്, വെണ്ണ കിട്ടുന്നത് പോലെ രജോ ഗുണത്തെ കടഞ്ഞെടുക്കുമ്പം കിട്ടുന്നൊരു ഗുണമാണ് തൈജസൻ. ആ തൈജസത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തി കൊണ്ട് 10 ഇന്ദ്രിയങ്ങളുണ്ടായി. അതായത് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കർമ്മേന്ദ്രിയം വാ, കൈകള്, കാലുകള്, മലദ്വാരം, അതായത് ഗുദം, ജനനേന്ദ്രിയം. അതിനുശേഷം എന്ത് ചെയ്തു? തമോ ഗുണം. ഇതൊക്കെ ശുദ്ധമായ തമോ ഗുണമാണ്, നമ്മളെ ഇന്ന് കാണുന്ന തമോ ഗുണമല്ല. ശുദ്ധമായ തമോ ഗുണത്തിൽ നിന്ന് ഗുരുവായൂരങ്ങനെ വാഴുന്ന, ഗുരുവായൂരങ്ങനെ വിലസുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണം കൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി കൊണ്ട് നമ്മുടെ സർവവ്യാപിയായ ആകാശം, ആകാശത്തില് തന്മാത്രാ രൂപത്തില് ശബ്ദം ജനിച്ചു. അതേ ഓം. അപ്പൊ സത്വഗുണത്തിൽ നിന്ന് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതിൻ്റെ കൂടെ ചേർന്ന് ചിത്തമെന്ന അന്ധക്കരണം സൃഷ്ടിച്ച ഭഗവാൻ രജോ ഗുണത്തിൽ നിന്നുണ്ടായ തൈജസം അങ്ങോട്ടെടുത്തിട്ട് ആ തൈജസ്സിനിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ 10 ഇന്ദ്രിയങ്ങളുടെ കൂട്ടമുണ്ടാക്കി. അത് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവുമാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ജ്ഞാനേന്ദ്രിയം,
വാ, കൈകൾ, കാലുകൾ, ഗുദം അല്ലെങ്കിൽ മലദ്വാരം, ജനനേന്ദ്രിയം എന്നിവ കർമ്മേന്ദ്രിയമാണ്. അതിനുശേഷം നമ്മുടെ ഭഗവാൻ തമോ ഗുണം എടുത്തിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ശക്തി കൊണ്ട്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി കൊണ്ട് ഗുരുവായൂർ വിലസുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉണ്ണിക്കണ്ണനുണ്ടല്ലോ, ആ ഗുരുവായൂർ വിലസുന്ന ആ ഉണ്ണിക്കണ്ണൻ ഞാൻ ഈ മാസം 28-ാം തീയതി ശനിയാഴ്ച ഗുരുവായൂർ വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ആ ഉണ്ണിക്കണ്ണനെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ മാസവും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വരുന്ന ഒരാളാണ്. അങ്ങനെ ഗുരുവായൂരപ്പനും രാധാറാണിയും കൂടെ അല്ലേ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ശക്തി കൊണ്ട് ആകാശത്ത് ശബ്ദമുണ്ടായി. ഓം. ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. എന്താണ് ഒന്നാമത്തെ വരി പറഞ്ഞിരിക്കുന്നത്? ഭൂമൻ മാനസ ബുദ്ധി അഹങ്കൃതി മിളച്ചിത്താഖ്യ വൃത്തിന്നിതം. ഭൂമൻ എന്ന് പറഞ്ഞാൽ സർവവ്യാപിയും സർവശക്തനുമായ ഗുരുവായൂരപ്പൻ എന്നാണ് അർത്ഥം. മാനസ മനസ്സ്, ബുദ്ധി നമ്മുടെ ബുദ്ധി തന്നെയാണ്, അഹങ്കൃതി അഹങ്കാരം, ഇള ചേർന്ന, ചിത്താഖ്യ വൃത്തിന്നതം ഈ പറഞ്ഞ മനസ്സ് ബുദ്ധി അതിനോടൊക്കെ ചേർന്ന ചിത്തം. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? സർവശക്തനായ ഗുരുവായൂരപ്പ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതാണ്? സർവശക്തനായ ഗുരുവായൂരപ്പ സ്വാത്വിക ഗുണത്തിൽ നിന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തൻ്റെ മാസ്മരികമായ ശക്തി കൊണ്ട് മനസ്സിനെ സൃഷ്ടിച്ചു, ബുദ്ധിയെ സൃഷ്ടിച്ചു, അഹങ്കാരത്തെ സൃഷ്ടിച്ചു, അതിൻ്റെ കൂടെ ചേർന്ന് ചിത്തത്തെ സൃഷ്ടിച്ചു. ഈ ചിത്തത്തെ അന്ധക്കരണം എന്ന പേരും വിളിക്കുന്നു. ഒന്നാമത്തെ വരിയുടെ അർത്ഥം മനസ്സിലായില്ലേ? നമ്മുടെ ഗുരുവായൂരപ്പൻ, ഗുരുവായൂർ അമ്പലത്തിൽ വിളങ്ങുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വാത്വിക ഗുണത്തിൽ നിന്നാണ്, അത് അടിവരയിടണം, സ്വാത്വിക ഗുണത്തിൽ നിന്ന് മനസ്സിനെ സൃഷ്ടിച്ചു, ബുദ്ധിയെ സൃഷ്ടിച്ചു, അഹങ്കാരത്തെ സൃഷ്ടിച്ചു, അതിൻ്റെ കൂടെ ചേർന്ന് ചിത്തത്തെ സൃഷ്ടിച്ചു. ഈ ചിത്തത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അന്ധക്കരണം എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ഈ അന്ധക്കരണം എന്ന് പറയുന്നത്, ചിത്തം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നോർമൽ നമ്മുടെ മലയാളം ഡിക്ഷണറി എടുത്താൽ ചിത്തം സമം മനസ്സെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിക്കുന്നവർക്കൊരാശയക്കുഴപ്പം ഉണ്ടാകും. ഭഗവാൻ മനസ്സിനെ സൃഷ്ടിച്ചു, പിന്നെ ചിത്തത്തെ സൃഷ്ടിച്ചു. ചിത്തമെന്ന് പറഞ്ഞാലും മനസ്സല്ലേ? അല്ല, മനസ്സും ചിത്തവും രണ്ടും രണ്ടാണ്. പക്ഷേ മലയാളം അർത്ഥം എഴുതുന്ന നിഘണ്ടുവിൽ അങ്ങനല്ല, ചിത്തം മനസ്സെന്നാണ്. ശരിക്കും എന്താണ് ചിത്തം? ചിത്തം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹൃദയം, ആത്മാവ്, മനസാക്ഷി, മനസ്സിലായില്ലേ, വികാരങ്ങൾ, ഇവയുടെയൊക്കെ ഉറവിടത്തെയാണ് ചിത്തമല്ലെങ്കിൽ അന്ധക്കരണം എന്ന് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെ മനസ്സെന്ന് വിളിക്കുന്നു. അപ്പം മനസ്സും ചിത്തവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നിങ്ങളുടെ ചിന്തകളെ വിളിക്കുന്ന പേരാണ് മനസ്സ്. അതേസമയം അന്ധക്കരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചിത്തം എന്ന് പറഞ്ഞാൽ ഹൃദയം, ആത്മാവ്, മനസാക്ഷി, വികാരങ്ങൾ, ഇവയുടെയൊക്കെ ഉറവിടമാണ് അന്ധക്കരണം. ഇവിടെ വളരെ ഓർമ്മിക്കണം നിങ്ങൾ, നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അഹങ്കാരവും ഒക്കെ സ്വാത്വിക ഗുണം നിറഞ്ഞതാ. എന്നാൽ നമ്മളാകട്ടെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ഒക്കെ തമോ ഗുണം കലർത്തി മലിനമാക്കി തന്നു. സ്വാത്വിക ഗുണമുള്ള മനസ്സ്, സ്വാത്വിക ഗുണമുള്ള ബുദ്ധി, സ്വാത്വിക ഗുണമുള്ള അഹങ്കാരമാണ് ഭഗവാൻ തന്നത്. നമുക്കർഹിക്കാത്ത പലതും ആഗ്രഹിച്ചതിനെ മലിനമാക്കി തീർത്തു. അതായത് മറ്റുള്ളവരെ അല്ലെങ്കിൽ ശത്രുക്കളെ എങ്ങനെ വീഴ്ത്താമെന്ന് ചിന്തിച്ച് ബുദ്ധിയെ മലീമസമാക്കി തീർത്തു. അതല്ലേ, ബുദ്ധി ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വാത്വിക ഗുണത്തിൽ തന്ന ബുദ്ധി വെച്ചിട്ട് നമ്മൾ ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നു, മിസൈലുകൾ കണ്ടുപിടിക്കുന്നു. ഒരെണ്ണം ഇട്ടാൽ എത്ര പേരെ കൊല്ലാൻ പറ്റുമെന്ന ശക്തി അളന്നാണ് ഇത് നമ്മൾ നിശ്ചയിക്കുന്നത്. ഞങ്ങളുടെ മിസൈലിന് 5000 പേരെ കൊല്ലാമെങ്കിൽ അവരുടെ മിസൈൽ 10,000 പേരെ കൊല്ലും. അപ്പം ബുദ്ധിയെ തമോ ഗുണത്തിലേക്ക് മാറ്റി.
മനസ്സിനെ ആകട്ടെ മറ്റുള്ളവൻ്റെ പതനം ആഗ്രഹിച്ചു മലിനമാക്കി. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വാത്വിക ഗുണത്താൽ സൃഷ്ടിച്ച മനസ്സ്, ആ മനസ്സിനെ മറ്റുള്ളവനോടുള്ള അസൂയ, മറ്റുള്ളവൻ്റെ പതനം, മറ്റുള്ളവനോടുള്ള വിരോധം, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ മനസ്സിനെ തമോ ഗുണം കൊണ്ട് മൂടിച്ചു, മലിനമാക്കി. ഭഗവാൻ ശ്രീകൃഷ്ണൻ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാനാണ് ബുദ്ധി തന്നത്. അതായത് ഞാൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു, എന്താണ് ഈശ്വരൻ, അത് മനസ്സിലാക്കാൻ തന്ന ബുദ്ധിയെ അണുബോംബ് നിർമ്മിക്കാനും മിസൈല് നിർമ്മിക്കാനും ഫൈറ്റർ വിമാനം നിർമ്മിക്കാനും നമ്മൾ ഉപയോഗിച്ചു. അതിനെയും നിങ്ങൾ തമോ ഗുണമാക്കി തീർത്തു. അതേ കണക്ക് തന്നെയാണ് ഞാൻ ആരാ, എൻ്റെ അടുത്ത കളി, ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ ചിന്തയിൽ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരത്തെയും സ്വാത്വിക ഗുണമുള്ള അഹങ്കാരത്തെയും മലിനമാക്കി തീർത്തു. മനസ്സിലല്ലേ? അഹംകാരം എന്നത് ഭഗവാൻ ഉദ്ദേശിച്ചത് സ്വാത്വിക ഗുണമാണ്, ഇന്നത്തെ ഗുണത്തിലല്ല. അഹം അധികം കാരം, അഹം ഞാൻ, അഹങ്കാരം പിരിച്ചെഴുതിയ അഹം അധികം കാരം, ഞാൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഇന്ന് അഹങ്കാരത്തിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി. ഇന്നത്തെ അഹങ്കാരം ഇതാണ്. നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു, അഹം ബ്രഹ്മോസ്മി എന്ന് മനസ്സിലാക്കാൻ തന്നതാണ് അഹങ്കാരം. പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ മാറ്റി തമോ ഗുണം കയർത്തി. ഞാൻ ആരാന്ന് അവൻ്റെ വിചാരം, എൻ്റെ അടുത്ത് അവൻ കാണിക്കുന്നത്, ഞാൻ കാണിച്ചു കൊടുക്കാം അവനെ. ഇങ്ങനെ ഞാൻ പറഞ്ഞ് നമ്മളെ അഹങ്കാരത്തെ മലീമസമാക്കി. ഇന്ന് അഹങ്കാരത്തിൻ്റെ അർത്ഥം ഗർവെന്നായി മാറി. പണത്തിൻ്റെ പേരിലുള്ള അഹങ്കാരം, അധികാരത്തിൻ്റെ പേരിലുള്ള അഹങ്കാരം, സൗന്ദര്യത്തിൻ്റെ പേരിലുള്ള അഹങ്കാരം, അങ്ങനെ ഗർവെന്ന അർത്ഥമായിട്ട് മാറ്റിക്കളഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വാത്വിക ഗുണത്തിൽ തന്നതെല്ലാം നമ്മൾ തമോ ഗുണപ്രധാനമാക്കി മാറ്റിക്കളഞ്ഞു. ഇനി ഈ വരി തുടങ്ങുന്നത് ഭൂമൻ എന്നാണ്. നമ്മുടെ ഒന്നാമത്തെ വരി തുടങ്ങുന്നത് ഭൂമൻ. എന്താണ് ഭൂമൻ? ഭൂമൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രഭാവം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹിമ, ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ വലിപ്പം, ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ ജീവിതം, ഇങ്ങനെ സകലതിനെയും ഉൾക്കൊള്ളുന്നവനാരോ അതിനെയാണ് ഭൂമൻ. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അസാമാന്യ പ്രഭാവം, മഹിമ, ശക്തി, ഐശ്വര്യം സകലതും ഉൾക്കൊള്ളുന്നത്. ആ അർത്ഥത്തിലാണ് ഭൂമൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. തച്ഛാന്തകരണം വിഭോ തവ ബലാത് സ്വത്വാംശ ഏവാംശജ. തച്ഛാന്തകരണം അർത്ഥം ആ സത്വഗുണപ്രധാനമായ അന്ധകരണം. നമ്മൾ നേരത്തെ പറഞ്ഞു അന്ധകരണം. വിഭോ ഗുരുവായൂരപ്പ, തവ അങ്ങ്, ബലാത് ശക്തിയിൽ, തവ ബലാത് അങ്ങയുടെ ശക്തിയിൽ, ഏവാസ്യജത് സൃഷ്ടിച്ചു. ഇത് നമ്മുടെ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സാത്വികമായ ഗുണം കൊണ്ട് അന്ധകരണം ഭഗവാൻ നിർമ്മിച്ചു. അത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലെ മായയിൽ ഭഗവാന്റെ ബിംബം പ്രതിബിംബിച്ച്, അത് ഓർമ്മ വേണം നിങ്ങൾക്ക്. അതിനാൽ അന്ധകരണം എപ്പോഴും ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഈ വരിയിൽ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വാത്വിക ഗുണം കൊണ്ടാണ് അന്ധകരണം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്ധകരണം ശുദ്ധമായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മലിനപ്പെടുത്തരുത്. മറ്റുള്ളവൻ്റെ ഉയർച്ചയിലെ അസൂയ, നമ്മളെപ്പറ്റി ആരെങ്കിലും പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദേഷ്യം, അമിതമായ സമ്പത്ത് നേടാനുള്ള ആഗ്രഹം, സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് അന്യ സ്ത്രീകളോടുമുള്ള ആസക്തി, വളഞ്ഞ വഴിയിലൂടെ കാര്യം നേടാനായിട്ട് ബുദ്ധി ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ മലിനപ്പെടുത്തുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വാത്വിക ഗുണം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ അന്ധകരണത്തെ ഒരു കാരണവശാലും നിങ്ങൾ കോപം കൊണ്ട് മലിനപ്പെടുത്തരുത്. നമ്മളെപ്പറ്റി അപവാദം പറയുന്നവരോടുള്ള ദേഷ്യം കൊണ്ട് മലിനപ്പെടുത്തരുത്.
അമിത സമ്പത്ത് നേടാനുള്ള ആഗ്രഹം കൊണ്ട് അന്ധക്കരണത്തെ മലിനപ്പെടുത്തരുത്. പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടുമുള്ള ആസക്തി കൊണ്ട് മലിനപ്പെടുത്തരുത്. വളഞ്ഞ വഴിയിലൂടെ കാര്യം നേടാൻ വേണ്ടി ബുദ്ധികൾ ഉപയോഗിച്ച് മലിനപ്പെടുത്തരുത്. അന്ധക്കരണം ശുദ്ധമായിരുന്ന മനസ്സിലെ ഭഗവാന് പ്രതിബിംബിക്കാൻ കഴിയൂ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. ജാതസ്തൈജസതോ ദശേന്ദ്രിയ ഗണസ്ഥ താമസാംശാത് പുന. ജാത ഉണ്ടായ, തൈജസത അത് നമ്മൾ നേരത്തെ പറഞ്ഞു, രജോ ഗുണത്തിൽ നിന്നുണ്ടായ തൈജസം. ദശേന്ദ്രിയം, ദശം 10 ഇന്ദ്രിയം, 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന കൂട്ടം. തത്താമസ എന്ന് പറഞ്ഞാൽ ആ താമസ ഗുണത്തിൽ നിന്ന്, പുന പിന്നെ. അപ്പൊ എന്താണ് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നു, രജോ ഗുണം കടഞ്ഞു. നമ്മൾ പാല് കടയുമ്പം വെണ്ണ കിട്ടും, തൈര് കിട്ടും. അതുപോലെ രജോ ഗുണം കടഞ്ഞപ്പോൾ കിട്ടിയതാണ് തൈജസം എന്ന് പറയുന്ന ഗുണം. ആ തൈജസത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തിയാൽ 10 ഇന്ദ്രിയ ഗണങ്ങൾ ഉണ്ടായി. ആ 10 ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും കർമ്മേന്ദ്രിയങ്ങളെന്നും വിളിക്കുന്നു. നമുക്ക് ഈ പ്രപഞ്ചത്തെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമാണ് ജ്ഞാനേന്ദ്രിയം. കണ്ണുകൾ കൊണ്ട് കാണും, ചെവികൾ കൊണ്ട് കേൾക്കും, മൂക്കുകൾ കൊണ്ട് ഭൂമിയുടെ ഗന്ധം പിടിച്ചെടുക്കും, നാവുകൊണ്ട് രുചി അറിയും, ത്വക്കിലൂടെ നമ്മൾ സ്പർശനം അറിയും. അതേ കണക്ക് നമ്മുടെ ശരീരത്തിന് നിരവധി പ്രവർത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ കർമ്മേന്ദ്രിയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് സംസാരിക്കണമെങ്കിലും ആഹാരം കഴിക്കണമെങ്കിലും ഒക്കെ കൈകള്, കാലുകള്, മലദ്വാരം, ജനനേന്ദ്രിയം പ്രപഞ്ച സൃഷ്ടിക്ക് അത്യാവശ്യം. അങ്ങനെ ബാഹ്യമായ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ തന്നത്. അതായത് നമ്മുടെ അന്ധക്കരണം, നമുക്കറിയാം ബുദ്ധി, മനസ്സ്, ചിത്തം ഇവയ്ക്കാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെയും മനസാക്ഷിയുടെയും വികാരങ്ങളുടെയും ഉറവിടമാണ് അന്ധക്കരണം. നമ്മുടെ അന്ധക്കരണത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഇന്ദ്രിയങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ദ്രിയ പ്രവർത്തനത്തിന് ഇന്ദ്രിയം വേണം. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, നമുക്ക് രജോ ഗുണത്തിലെ തൈജസൻ വന്നു, തൈജസനിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി. ആ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നതിന് ഇന്ദ്രിയത്തിന് അതിൻ്റെതായ ഭാഗങ്ങൾ വേണം. ആ ഇന്ദ്രിയത്തിൻ്റെ ഭാഗമാണ് കണ്ണ്, മൂക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം സത്യത്തിൽ കാണുന്നത് കണ്ണല്ല, കണ്ണിനെ നിയന്ത്രിച്ചുകൊണ്ട് പുറവിനിരിക്കുന്ന ഇന്ദ്രിയനാണ്. കേൾക്കുന്നത് ചെവിയല്ല, ചെവിയെ നിയന്ത്രിച്ചുകൊണ്ട് പുറവിനിരിക്കുന്ന മറ്റൊരു തൈജസ ഗുണത്തിൽ നിന്ന് വന്ന ഇന്ദ്രിയനാണ്. അതല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ ആന പോയാലും നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യലോകവുമായി ബന്ധപ്പെടാനുള്ള ഉപകരണത്തെയാണ് നിങ്ങൾ ഇന്ന് പഞ്ചേന്ദ്രിയങ്ങളെന്ന് വിളിക്കുന്നത്. കണ്ണ്, മൂക്ക്, ത്വക്ക് ഇതൊക്കെ പഞ്ചേന്ദ്രിയമാണ്, ജ്ഞാനേന്ദ്രിയമാണ്. പക്ഷേ ആ ഇന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്നത് അതിൻ്റെ പിന്നിലിരുന്ന് തൈജസ്സനാകുന്നു. അപ്പൊ കണ്ണ് കാണാനുള്ള ഉപകരണം, സത്യത്തിൽ കാണുന്നത് കണ്ണല്ല, കണ്ണിൻ്റെ പിന്നിലിരുന്ന് താജസ്സനാണ് അതെല്ലാം എന്ത് ചെയ്യുന്നത്, തൈജസ്സനാണ് അതെല്ലാം കാണുന്നത്. അതേ കണക്ക് തന്നെ ശ്രദ്ധിച്ചു കേട്ടോണം, ഇതിനു വേണ്ടി ഭഗവാൻ ശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഈ അവയവങ്ങളും അതിൻ്റെ കൂടെ ചേർന്ന് സിരാപടലങ്ങളും ഉണ്ട്. അപ്പം കണ്ണിനോട് ചേർന്ന് നിരവധി സിരാപടലം, ചെവിയോട് ചേർന്ന് നിരവധി സിരകൾ, ഞരമ്പുകളുണ്ട്. ഈ സിരാപടലങ്ങൾ ഈ അവയവങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് സ്വീകരിച്ച് ഏതാണ് മസ്തിഷ്കത്തിലെത്തിക്കുന്നു. അങ്ങനെ ഈ കണ്ണ്, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം അവയോട് ചേർന്നുള്ള ഞരമ്പുകളും
അവയിലൂടെ ലഭിക്കുന്ന അറിവിനെ സ്വീകരിക്കുന്ന മസ്തിഷ്ക ഭാഗവും ചേർന്നതിനെയാണ് യഥാർത്ഥത്തിൽ പഞ്ചേന്ദ്രിയം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ സാധാരണ ആൾക്കാരുടെ അടുത്ത് പഞ്ചേന്ദ്രിയം ജ്ഞാനേന്ദ്രിയം ഏതാന്ന് ചോദിച്ചാൽ അവർ പറയും ദാണ്ട കണ്ണ്, പിന്നെ മൂക്ക്, പിന്നെ ചെവി, പിന്നെ നാക്ക്, പിന്നെ ത്വക്ക്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ കൂടെ ചേർന്ന് കുറേ ശിരാപടലങ്ങളുണ്ട്. അപ്പം കണ്ണുകൊണ്ട് കാണുന്ന അറിവുകൾ ഈ ഞരമ്പുകളിലൂടെ മസ്തിഷ്കം തലച്ചോറിലെത്തും. അപ്പൊ ശരിക്കും കണ്ണെന്ന് പറഞ്ഞാൽ ഈ പുറമേ കാണുന്ന കണ്ണെന്ന ഉപകരണവും അതിൻ്റെ കൂടെയുള്ള ശിരാപടലവും അത് എത്തിച്ചു കൊടുക്കുന്ന മസ്തിഷ്കവും, ഇത് മൂന്നും ചേരുമ്പോഴേ കണ്ണാകും. അതേ കണക്ക് ഈ മൂക്ക് ഇതിൻ്റെ കൂടെയുള്ള ഞരമ്പുകൾ, മൂക്കിൽ നിന്ന് കിട്ടുന്ന ഗന്ധം ഞരമ്പുകളിലൂടെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ മൂക്കെന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന അവയവം മാത്രമല്ല, ഈ മൂക്കെന്ന് പറയുന്നത് ഈ കാണുന്ന അവയവവും ഇതിനോടുള്ള ശിരാപടലങ്ങളും മസ്തിഷ്കവും മൂന്നും ചേർന്നതാണ് മൂക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാണുന്നത് കണ്ണുകൊണ്ടല്ല, കണ്ണുകൾക്കപ്പുറം ഇരിക്കുന്നവനാണ് കാണുന്നത്. അതിനെ സയൻസ് മസ്തിഷ്കം എന്ന പേര് വിളിക്കുന്നു. ഈ മസ്തിഷ്കത്തെ അവിടെ വെച്ചതാരാണ്? ഭഗവാൻ ഗുരുവായൂരപ്പനാണ് അവിടെ കൊണ്ടുചെന്ന് വെച്ചത്. അപ്പൊ നിങ്ങൾക്കിപ്പോ നല്ലതുപോലെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളെന്ന് വിളിക്കുന്നത് നമ്മൾ പുറമേ കാണുന്ന കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക്, അവിടെ നിന്ന് ധാരാളം ഞരമ്പുണ്ട്. കണ്ണ് കാണുന്ന കാര്യവും ചെവി കേൾക്കുന്ന കാര്യവും മൂക്ക് എടുക്കുന്ന ഗന്ധവും ത്വക്കിലൂടെ അറിയുന്ന സ്പർശവും ശിരാപടലങ്ങളിലൂടെ മസ്തിഷ്കത്തിലെത്തും. അങ്ങനെ പഞ്ചേന്ദ്രിയം, ഞരമ്പ്, മസ്തിഷ്കം, ഇത് മൂന്നും ചേരുമ്പോഴാണ് യഥാർത്ഥ പഞ്ചേന്ദ്രിയം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ചുരുക്കി. കണ്ണെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ കണ്ണും ഇതിനോട് ചേർന്ന ഞരമ്പുകളും കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഞരമ്പിലൂടെ മസ്തിഷ്കത്തിലെത്തുന്നു. ഈ മൂന്ന് പേരും ചേരുമ്പോഴാണ് അതിനെ കണ്ണെന്ന പേര് വിളിക്കുന്നത്. അതുപോലെ കയ്യ്, കാല്, നാവ്, മലദ്വാരം, നമ്മുടെ വായു സഞ്ചാരത്തിനാണത് മലദ്വാരം, ജനനേന്ദ്രിയം, ഇവ കർമ്മേന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അനുഷ്ഠിക്കേണ്ട നിരവധി കാര്യങ്ങൾ നമുക്കുണ്ട്. ഈ പ്രപഞ്ചം നിലനിർത്തുന്നതിന് നമുക്ക് സന്താനോൽപാദനം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാണ് ജനനേന്ദ്രിയത്തെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന അവയവങ്ങളാണ് കയ്യും കാലും ജനനേന്ദ്രിയവും മലദ്വാരവും പിന്നെ മറ്റു കാര്യങ്ങളും എല്ലാം. കയ്യ്, കാല്, നാക്ക്, മലദ്വാരം, ഇതെല്ലാം നമുക്ക് ഏതാകുന്നു? കർമ്മേന്ദ്രിയങ്ങളാകുന്നു. അങ്ങനെ ഈ കർമ്മേന്ദ്രിയത്തിൻ്റെയും ജ്ഞാനേന്ദ്രിയത്തിൻ്റെയും സഹായത്തോടെ ഈ പ്രപഞ്ചത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടറിയുന്നു, അനുഭവിച്ചറിയുന്നു. അങ്ങനെ രജോ ഗുണം കടഞ്ഞെടുത്ത തൈജസത്തിൽ നിന്നാണ് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഭഗവാൻ അറിയാം, ഈ പ്രപഞ്ചത്തെ അറിയണമെങ്കിൽ ഈ 10 ഇന്ദ്രിയങ്ങളും വേണം. ആ 10 ഇന്ദ്രിയങ്ങളെയും ശുദ്ധമായി സൂക്ഷിക്കുക. നമുക്കിനി 4ാമത്തെ വരിയിലേക്ക് കടക്കാം. തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോ അജനീത്വദ്ബലാത്. തന്മാത്രയിൽ നിന്ന്, നഭസ് ആകാശം, മരുത്പുരപദേ അല്ലയോ ഗുരുവായൂരപ്പ, ശബ്ദോ അജനി ശബ്ദം ജനിച്ചു. അപ്പോൾ ഈ 4ാമത്തെ വരിയിൽ പറയുന്നത് തമോ ഗുണത്തിൽ നിന്ന് ശബ്ദം ജനിച്ചു. എങ്ങനെ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബലം കൊണ്ട് ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായ ശബ്ദം ജനിച്ചു. ആകാശത്തിലെ തന്മാത്രയുടെ രൂപമാണ് ശബ്ദം. ശ്രദ്ധിച്ചോട്ടോണം, ആകാശം സർവവ്യാപിയാണ്, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. അതിന് രൂപമില്ല, അതിന് ഗുണമില്ല, അത് നിർഗുണമാണ്. അപ്പൊ ആകാശത്തെ സംബന്ധിച്ചിടത്തോളം സർവവ്യാപിയാണ്, രൂപമില്ല, ഗുണമില്ല. അങ്ങനെ രൂപവും ഗുണവും ഇല്ലാത്ത ആകാശത്ത് ശബ്ദമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആര് പ്രവഹിക്കണം? വായു പ്രവഹിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത് സയൻസാണ്.
മനസ്സിലായോ? സയൻസ് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. നിർഗുണ രൂപമായ ആകാശത്തേക്ക് വായു പ്രവഹിച്ചാൽ മാത്രമേ ശബ്ദമുണ്ടാകൂ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ, നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ ഗുരുവായൂർ അമ്പലത്തിൽ വിലസുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ആ ഗുരുവായൂരപ്പന്റെ ശക്തി കൊണ്ടും പ്രേരണ കൊണ്ടും വായു ആകാശത്തിലേക്ക് പ്രവേശിക്കുകയും ആകാശത്തൊരു വിസ്ഫോടനം ഉണ്ടാവുകയും അങ്ങനെ ശബ്ദമുണ്ടാവുകയും ചെയ്തു. കണ്ടോ, പട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരികയാണ് എല്ലാ കാര്യങ്ങളും. എത്ര മനോഹരമായി പറഞ്ഞു തരുന്നു. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഗുണങ്ങൾ, അതായത് സത്വഗുണം, പിന്നെ രജോ ഗുണം. ഈ രജോ ഗുണം രണ്ട് തരത്തിലുണ്ട്. ശുദ്ധമായ രജോ ഗുണമുണ്ട്, അശുദ്ധമായ രജോ ഗുണവുമുണ്ട്. ശുദ്ധമായ തമോ ഗുണമുണ്ട്, അശുദ്ധമായ തമോ ഗുണവുമുണ്ട്. ഇപ്പൊ രജോ ഗുണം, ശുദ്ധമായ രജോ ഗുണം ഉള്ളത് കൊണ്ടാണ്, ആ രജോ ഗുണം കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിക്കുന്നത്, കംസനെ വധിക്കുന്നത്. സത്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് കംസനോട് വിരോധമില്ല, ശിശുപാലനോട് വിരോധമില്ല. വിരോധം കൊണ്ടല്ല വധിക്കുന്നത്. വിരോധം കൊണ്ട് വധിച്ചാൽ അത് അശുദ്ധമായ രജോ ഗുണം. ഒരാളോട് നമുക്ക് പകയുണ്ട്, വിരോധമുണ്ട്, അതുകൊണ്ട് വധിക്കുന്നത് അശുദ്ധമായ രജോ ഗുണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ സാധുക്കളായ മഹർഷിമാരെ കൊല്ലുന്നു. കംസനാകട്ടെ സ്ത്രീകളെ കൊണ്ടുപോയി ബലാസംഗം ചെയ്യുന്നു. തിരുത്താൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടും തിരുത്തുന്നില്ല. അപ്പം മനുഷ്യനെ, ഭൂമിയെ, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൊല നടത്തുന്നു. അത് വിരോധമില്ലാത്തത് കൊണ്ടാണ് അതിനുശേഷം ഒരു രാജാവിന് വേണ്ട രീതിയിൽ മാന്യമായിട്ടാണ് അവരെയൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സംസ്കരിച്ചത്. അപ്പൊ രജോ ഗുണം രണ്ട് തരത്തിൽ, ശുദ്ധമായ രജോ ഗുണവും അശുദ്ധമായ രജോ ഗുണവും. അതേ കണക്ക് തമോ ഗുണവും രണ്ട് തരത്തിൽ, ശുദ്ധമായ തമോ ഗുണം, അശുദ്ധമായ തമോ ഗുണം. തമോ ഗുണം ക്രൗര്യമാണ്. അതെങ്ങനെ ശുദ്ധമാകുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. നരസിംഹ അവതാരം, ആ നരസിംഹ അവതാരത്തില് പ്രഹ്ലാദന്റെ പിതാവായ ഹിരണ്യപശുവിനെ വധിക്കുന്നു. അത് ശുദ്ധമായ തമോ ഗുണമാണ്. ശുദ്ധമായ തമോ ഗുണം. കാരണം വിരോധം കൊണ്ടല്ല. തൻ്റെ ഭക്തനും എന്നാൽ ഹിരണ്യകശുവിൻ്റെ മകനായിരുന്നിട്ട് പോലും സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് നരസിംഹ അവതാരം വന്നത്. ആ നരസിംഹ അവതാരം ശുദ്ധമായ തമോ ഗുണത്തിലാണ് വധം നടത്തിയത്. അതേസമയം യാതൊരു പരിചയം പോലും ഇല്ലാത്ത ഒരുത്തനെ, ജീവിതത്തിൽ ഒരു വിരോധവും ഇല്ലാത്ത ഒരുത്തനെ 51 വെട്ട് വെട്ടി, ചത്തട്ടും വെട്ടി അവനെ. അങ്ങനെയുള്ളതാണ് അശുദ്ധമായ തമോ ഗുണം. അല്ലാതെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊലയെ ഇവിടെ നടക്കുന്ന പാർട്ടിക്കാരുടെ കൊലപാതകവും ഗുണ്ടാസെറ്റിന്റെ കൊലപാതകവുമായിട്ടൊന്നും താരതമ്യം ചെയ്യല്ലേ. അതാണ് മറ്റുള്ളവർക്ക് പറ്റുന്ന അബദ്ധമെന്ന് പറയുന്നത്. കൃഷ്ണൻ കൊന്നു തള്ളുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നവർക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്. ഭഗവാന്റെ കൊല വേറെയാണത്, വൈരാഗ്യം കൊണ്ടല്ല. ഇവിടെ ഒരു പരിചയവും ഇല്ലാത്തവനെ കൊട്ടേഷൻ എടുത്തിട്ട് 51 വെട്ടി എന്ന് പറഞ്ഞാൽ ചത്ത് കഴിഞ്ഞിട്ടും വെട്ടി. അത് അശുദ്ധമായ തമോ ഗുണം. അതിനെ ചത്ത് കഴിഞ്ഞിട്ടും മനുഷ്യനെ ഇട്ട് വെട്ടി മുറുക്കിയവനെ, അതിനെ നരസിംഹ അവതാരത്തിലെ പ്രഹ്ലാദന്റെ പിതാവിനെ വധിച്ചതുമായിട്ടോ ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചതുമായിട്ടോ ഒക്കെ താരതമ്യം ചെയ്യുന്നെങ്കിൽ അത് അല്പബുദ്ധിത്തരം മാത്രമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവസാനത്തെ വരിയിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. തമോ ഗുണത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. സർവവ്യാപിയായ ആകാശം, ആകാശം നിർഗുണമാണ്, ഗുണമില്ലാത്തതാണ്. ആകാശത്തിന് രൂപമില്ല. അങ്ങനെയുള്ള ആകാശം, ആ ആകാശത്ത് ശബ്ദമുണ്ടാകണമെങ്കിൽ വായു പ്രവാഹം വേണം. വായു പ്രവാഹം വരണമെങ്കിൽ ഒരാളുടെ പ്രേരണ വേണം. അത് ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രേരണ കൊണ്ടും ശക്തി കൊണ്ടും വായു ആകാശത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ആദിയിൽ ശബ്ദമുണ്ടാവുകയും ചെയ്തു. ഓം. അപ്പൊ ആലോചിക്കുക,
ഭഗവാൻ സകലതും ശുദ്ധമായ ഗുണത്തിലാണ്, അതായത് സത്വഗുണം ശുദ്ധമായ സത്വഗുണത്തിലാണ് എല്ലാം തന്നത്, ശുദ്ധമായ രജോ ഗുണത്തിലാണ് എല്ലാം തന്നത്, ശുദ്ധമായ തമോ ഗുണത്തിലാണ് എല്ലാം തന്നത്. പക്ഷേ വളർന്ന് വലുതായ നമ്മളെല്ലാം അശുദ്ധമാക്കി കളഞ്ഞു. നമുക്കിപ്പോൾ അശുദ്ധമായ രജോ ഗുണം, അശുദ്ധമായ തമോ ഗുണം. ആലോചിച്ച് നോക്കൂ, ജനിച്ചപ്പം നമ്മൾ എന്ത് നിഷ്കളങ്കരായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കെ. ജനിച്ചപ്പം നമ്മൾ എത്ര നിഷ്കളങ്കരായിരുന്നു. പിന്നെ എവിടെ വെച്ചാണ് നമുക്ക് വഴിതെറ്റിയത്? എവിടെ വെച്ചാണ് നമ്മൾ വഴിതെറ്റിപ്പോയത്? എവിടെ വെച്ചാണ് നമ്മളിൽ അശുദ്ധമായ രജോ ഗുണവും അശുദ്ധമായ തമോ ഗുണവും കയറിയത്? നമുക്ക് തിരിച്ചു പോകണ്ടേ? ആ സ്വാത്വിക ഗുണത്തിലേക്ക് തിരിച്ചു പോകണ്ടേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഈ ശരീരം തന്നപ്പോൾ ശുദ്ധ സാത്വിക ഗുണം, ശുദ്ധ രജോ ഗുണം, ശുദ്ധ തമോ ഗുണം, അതിലേക്ക് തിരിച്ചു പോകണ്ടേ? അതിലേക്ക് തിരിച്ചു പോകാൻ ആ ഗുണങ്ങളുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, കുട്ടിക്കാലം. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ശുദ്ധമായ രജോ ഗുണമാണ്, ശുദ്ധമായ തമോ ഗുണമാണ്. ആ കുട്ടിക്കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോണ്ടേ? അത് ഓർമ്മിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മിക്കുക. എത്ര പെട്ടെന്നാണ് ആ കുട്ടിക്കാലം പറ്റിപ്പോയതെന്ന് ആലോചിക്കുക. ഇല്ലേ, എത്ര എത്ര ഓർമ്മകൾ തന്ന് മറഞ്ഞുപോയി ആ കുട്ടിക്കാലം. കുട്ടിക്കാലത്തെ നിങ്ങളുടെ കൂട്ടുകാരെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴെവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പുതിയ കൂട്ടുകാരെ കിട്ടി, പഴയതിനെ മറന്നു. മറിച്ച് നിങ്ങളിൽ ശുദ്ധമായ രജോ ഗുണവും തമോ ഗുണവും സാത്വിക ഗുണവുമാണെങ്കിൽ നിങ്ങൾ ഇന്നും ഓർത്തേനെ. കുട്ടിക്കാലത്ത് നമ്മുടെ ഇണപിരിയാത്ത ആ കൂട്ടുകാര് വളർന്ന് നമ്മളിൽ അശുദ്ധമായ തമോ ഗുണവും രജോ ഗുണവും വന്നപ്പോൾ രണ്ട് വഴിക്ക് പിരിഞ്ഞേ പോയി. പിന്നെ പുതിയ കൂട്ടിലായി പോയി നമ്മൾ. അപ്പം നമുക്ക് ആ സ്വാത്വിക ഗുണത്തിലേക്ക് തിരിച്ചു പോകണം. നോക്കൂ, നമുക്ക് ഭഗവാൻ തന്ന ആ സ്വാത്വികമായ രജോ ഗുണത്തിലേക്കും സ്വാത്വികമായ തമോ ഗുണത്തിലേക്കും മടങ്ങിപ്പോണ്ടേ? ഒരു നിമിഷം പെട്ടെന്ന് വറ്റിപ്പോയ ആ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിച്ചുപോയേ. പരസ്പരം ചോറും കറിയും ഒക്കെ വെച്ച് കളിച്ച ഒരു കാലഘട്ടം, ഓണമാകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ? ഓണക്കോടി 3-4 ദിവസം മുമ്പേ എടുത്തു വയ്ക്കും. അപ്പോൾ ആ ഓണക്കോടി ഒന്ന് ഇടാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് ആ ഓണക്കോടി ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, പൂക്കൾ പിച്ച് അത്തപ്പൂ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, വീട്ടിൽ അലുവയുമൊക്കെ കിണ്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് കയറി ഇറങ്ങി തരുന്നത് അമ്മ നമ്മളെ നിക്കറും ഉടുപ്പുമൊക്കെ ഊരി മുഴുവനെ നിർത്തി കുളിപ്പിക്കുന്നത്, ഒരു നാണവുമില്ലാതെ ചിണിഞ്ഞ് ചിരിച്ച് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്, അമ്മ നമ്മളെ തോളത്തിട്ട് ഇങ്ങനെ ഉറക്കുന്നത് ഇല്ലേ? ഉടുപ്പും നിക്കറും ഒന്നുമില്ലാതെ നിൽക്കാൻ ഒരു നാണവുമില്ലാത്തത്, ഉടുപ്പും നിക്കറും ഒന്നുമില്ലാതെ നിൽക്കുമ്പം ബന്ധുക്കളും മറ്റുള്ളവരും വന്ന് അയ്യേ ഇതാരാ നിൽക്കുന്നത്, നിക്കറെടുത്തിട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉടുപ്പെടുത്തിടെന്ന് പറയുന്നത്, നമ്മൾ അമ്മയെ കെട്ടിപ്പിടിച്ചു കൊണ്ടുറങ്ങുന്നത്, നമ്മൾ അച്ഛൻ കൊണ്ടുവരുന്ന നെയ്യപ്പത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്, അച്ഛൻ കുറ്റിരോമങ്ങൾ നിറഞ്ഞ ആ താടി കൊണ്ട് ഉമ്മ തരുമ്പം നമ്മൾ ഇക്കിളായി ചിരിക്കുന്നത്, കുഞ്ഞിലെയുള്ള കൂട്ടുകാര് അടികൂടിയത് ഒക്കെ പിരിഞ്ഞു പോയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കേ. ആ കുട്ടിക്കാലം വളരെ പെട്ടെന്ന് നിങ്ങൾ ആ സ്വാത്വിക ഗുണത്തിലേക്ക് തിരിച്ചു വരും. പെട്ടെന്നങ്ങനെ വറ്റിത്തീർന്നൊരു കുട്ടിക്കാലം, ഒറ്റാലില പരൽമീനെ പോലിട്ടു കുരുക്കി ഒതുക്കാൻ വയ്യാതുള്ളൊരു കാലം. പെട്ടെന്നങ്ങനെ വറ്റിത്തീർന്നൊരു കുട്ടിക്കാലം, ഒറ്റാലില പരൽമീനെ പോലിട്ടു കുരുക്കി ഒതുക്കാൻ വയ്യാതുള്ളൊരു കാലം. അത് കെട്ടും പൊട്ടിച്ചെട്ടും പൊട്ടും തിരിയാതങ്ങനെ കുത്തിച്ചാടി പടവുകൾ ഒത്തിക്കേറി കളിചിരി കൊത്തിക്കേറി ഒത്തിരി ഓർമ്മകൾ തന്നു മറഞ്ഞേ പോയി, ഒത്തിരി ഓർമ്മകൾ തന്നു മറഞ്ഞേ പോയി. കുഞ്ഞുമഴത്തുള്ളി നീയൻ കൂട്ടുമഴത്തുള്ളി, ഏതോ പുതുമഴ പെരുമഴ വന്നിട്ടേതോ ചാലായി കുലയായി കലരും, രണ്ടു വഴിക്കു പിരിഞ്ഞേ പോകും കണ്ടാലറിയാതാകും. ഏതോ പുതുമഴ പെരുമഴ വന്നിട്ടേതോ ചാലായി പുഴയായി കലരും, രണ്ടു വഴിക്കു പിരിഞ്ഞേ പോകും കണ്ടാലറിയാതാകും.
രണ്ടു വഴിക്കു പിരിഞ്ഞേ പോകും, കണ്ടാലറിയാതാകും, 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 കണ്ടാലറിയാതാകും. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം ജാസേശ്വരി രാധികായേ സ്വാഹ.